അപ്പോൾ ഗായ്സ് നമുക്ക് കുറച്ച് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് ബോൺലെസ് ചട്ടി ചിക്കൻ കറി. ഹായ് ഗായ്സ്, ബാക്ക് ടു ചാനൽ. അപ്പം ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാമോ? ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ്. അപ്പം ആ ചിക്കൻ കറിക്ക് വേണ്ട റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? പറഞ്ഞുതരാം. ഫസ്റ്റ് ചിക്കൻ, പിന്നെ ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പിന്നെ മുളക്, പിന്നെ സവാള, പിന്നെ തക്കാളി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ചിക്കൻ വേണ്ട സൈസിൽ മുറിക്കാം. പിന്നെ ഗായ്സ്, ഇത് ബോൺലെസ് ചിക്കൻ കറിയാണ്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്ക് ഈ ചിക്കൻ എടുത്ത് ഈ പാത്രത്തിലോട്ട് വെക്കാം. അപ്പോൾ ഗായ്സ്, നമുക്ക് ഈ ഉള്ളി നന്നാക്കാം. അപ്പോൾ ഗായ്സ്, നമ്മളുടെ ഉള്ളി നന്നാക്കി കഴിഞ്ഞു. നമുക്ക് ഈ ഉള്ളി എടുത്തിട്ട് ഈ പാത്രത്തിലോട്ട് ഇടാം. നമുക്കിനി എന്തായിരുന്നു തക്കാളി. അപ്പോൾ ഗായ്സ്, നമുക്കിനി തക്കാളി നന്നാക്കാം. അപ്പം ഗായ്സ്, നമ്മൾ ഇത് നന്നാക്കി കഴിഞ്ഞു. തക്കാളിയും കൂടെ ഈ പാത്രത്തിലോട്ടാക്കാം. അപ്പോൾ ഗായ്സ്, ഇനി നമുക്ക് ഇഞ്ചി ശരിയാക്കാം. അപ്പോൾ ഗായ്സ്, ഇഞ്ചി റെഡിയായി. അടുത്ത നമുക്ക് വെളുത്തുള്ളി റെഡിയാക്കാം. അപ്പോൾ ഗായ്സ്, വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഈ പാത്രത്തിലോട്ട് ഇടാം. നമുക്ക് പച്ചമുളകും കൂടെ ശരിയാക്കാം. മുളകും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇടാം. ഗൈസ്, നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ട് ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അപ്പം നമുക്ക് ആദ്യം ചീഞ്ചട്ടിയിലോട്ട് എണ്ണയാക്കാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളി ഇടാം ഇതിനകത്തോട്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് സവാള ഇടാം. ഗൈസ്, നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ എടുത്ത് വെക്കാം. നല്ല മണം വരുന്നുണ്ട് ഗായ്സ്. നമുക്ക് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഗായ്സ്, നമുക്കിതെല്ലായിടത്തോട്ടും പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് മസാലപ്പൊടികൾ ഇടാം. ഫസ്റ്റ് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി. ഇത്ര ഇടാം. നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി നമുക്ക് മല്ലിപ്പൊടിയും ഇടാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കാം. പക്ഷേ ഇതേപോലെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഇളക്കണം, അല്ലെങ്കിൽ ചില സ്ഥലത്തൊന്നും പിടിക്കില്ല. ഈ മുളക് പൊടിൻ്റെയും മഞ്ഞൾപ്പൊടിൻ്റെ ഒക്കെ ഒരു പച്ച മാറി വെന്ത് കിട്ടണമല്ലോ. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കി മിക്സ് ചെയ്യണം. അപ്പോഴേ എല്ലായിടത്തും പിടിക്കും. ഗായ്സ്, നമ്മളുടെ സവാള നന്നായി വെന്ത് വരുന്നുണ്ട്. പക്ഷെ ഇത്ര വെന്താൽ പോരാ, നന്നായി വരണം. നമ്മളുടെ മസാലയ്ക്കൊക്കെ ഒരു നല്ല മണം വരണം, എന്നാലേ അതിന് ഒരു ടേസ്റ്റ് ഇതൊക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? സവാളയ്ക്ക് നന്നായി വേവണം. നമ്മൾ ആദ്യമേ തക്കാളി ഇട്ടാൽ തക്കാളി പെട്ടെന്ന് കേടായി പോവും. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഉള്ളി നന്നായി വെന്തിട്ട് നമ്മൾ ഇതിനകത്തോട്ടൊക്കെ തക്കാളി ഇടും. സവാള നന്നായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ഇടാം. ഗായ്സ്, മിക്സിങ് നന്നായി അടിപൊളിയാണ് കേട്ടോ. എന്നാലേ ഇതിന് ഈ ടേസ്റ്റൊക്കെ വരൂ. ഇനിയാണ് നമ്മുടെ സംഭവം വരാൻ പോകുന്നത്, ചിക്കൻ. നമുക്ക് ഇനി ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ ചട്ടിയിലാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അതിനകത്തോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിത് ഇതിനകത്തോട്ട് മാറ്റാം. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആവും കേട്ടോ. കുറച്ച് സമയം മതി. കുറച്ച് സമയം ഇതൊന്ന് മൂടി വെക്കാം ഗായ്സ്, എന്നാലേ നന്നായി വേവുള്ളൂ. അപ്പോൾ ഗായ്സ്, നമുക്ക് ജസ്റ്റ് തുറന്ന് നോക്കാം. വാവ് ഗായ്സ്, നല്ല മണം വരുന്നുണ്ട്. നമുക്കൊരു 5 മിനിറ്റും കൂടെ മൂടി വെക്കാം. ഗായ്സ്, നമ്മളുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഗായ്സ്, നല്ല മണമുണ്ട്. നമുക്ക് കുറച്ചെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ഗായ്സ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്ന്. ഗായ്സ് നമ്മളുടെ മല്ലിച്ചപ്പൊക്കെ ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുന്ന കണ്ടോ? ഗായ്സ് നമുക്ക് ചിക്കൻ കറീൻ്റെ കൂടെ മന്തിയും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് തിന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഗായ്സ്. ഗായ്സ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ ഗായ്സ് നമുക്ക് കുറച്ച് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് എൻ്റെ ചിക്കൻ കറി ഇഷ്ടമായോ? നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് ബോൺലെസ് ചട്ടി ചിക്കൻ കറി. പിന്നെ നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.